ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വളരെ നിഗൂഢത നിറഞ്ഞൊരു പ്രദേശമാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ, പ്യൂർട്ടോ ഫ്ലോറിഡ എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയിട്ടുള്ള ഒരു സാങ്കല്പിക ത്രികോണത്തിനുള്ളിലാണ് ഈ പ്രദേശം കാണപ്പെടുന്നത്. ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢമായ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ദുരൂഹമായ കടൽപ്പരപ്പിന് മുകളിലൂടെ സഞ്ചരിച്ചതും പറന്നതും ഒഴുകിയതുമായ എല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തുടരുന്നു. ഈ പ്രദേശത്തുകൂടി കടന്നുപോയപ്പോൾ തീഗോളങ്ങൾ കടലിൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കുനോക്കിയന്ത്രങ്ങൾ ദിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും ക്രിസ്റ്റഫർ കൊളംബസിന്റെ യാത്രാനുഭവത്തിൽ പറയപ്പെടുന്നു. കൂടാതെ അമേരിക്കൻ നേവിയുടെ USS സൈക്ലോപ്സ് എന്ന കപ്പലും ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിന്റെയും തിരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദുരൂഹമായ സംഭവങ്ങൾ. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1000-ഓളം ജീവനുകളാണ് ബർമുഡ ട്രയാങ്കിൾ കവർന്നിട്ടുള്ളത്. എന്നാൽ ഇവയിലെല്ലാം നിഗൂഢ കാരണങ്ങളാലല്ല സംഭവിച്ചത്. ബർമുഡ ട്രയാങ്കിളിന്റെ കൃത്യമായ ആഴമോ വ്യാപ്തിയോ ഇതുവരെ ആർക്കും അറിയില്ല എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. ഇതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറഞ്ഞത് പ്രകാരം ആ ഒരു ഭാഗത്തകപ്പെട്ടാൽ വടക്ക് നോക്കിയ യന്ത്രങ്ങളും മറ്റുപകരണങ്ങളും പ്രവർത്തനരഹിതമാവുകയും തങ്ങൾ കടലിന്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് ഇതിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ്. ഇന്ന് ഇതിലൂടെ വിമാനങ്ങളും കപ്പലുകളും സഞ്ചരിക്കുന്നു. മിക്ക പ്രശസ്ത സ്രോതസ്സുകളും എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന ആശയം തള്ളിക്കളയും.